തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം കാണുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും. ബി.ജെ.പിക്ക് അല്ലെങ്കിൽ എൻ.ഡി.എക്ക് കൃത്യമായ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണല്ലോ അവർക്കൊരു സർക്കാരിനെ രൂപീകരിക്കാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ബി.ജെ.പി സർക്കാരിന് ഭൂരിപക്ഷമുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ.ഡി.എ ഗവൺമെൻറ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ കേരളത്തിൽ നിന്നുള്ള എം.പി ആയിട്ടുള്ള ശശി തരൂർ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ പാസ്സാക്കുന്നതിനുള്ള ഒരു ഭൂരിപക്ഷം നിലവിലത്തെ എൻ.ഡി.എ ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാമർശം പുറത്തു വന്നപ്പോൾ കുറേ അധികം ആളുകൾ സംശയം ചോദിച്ചു, സർക്കാർ രൂപീകരിക്കുന്നതിന് ഒരു ഭൂരിപക്ഷവും ബില്ലുകൾ പാസ്സാക്കുന്നതിന് മറ്റൊരു ഭൂരിപക്ഷമൊക്കെയാണോ വേണ്ടതെന്ന്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് സംവിധാനത്തിൽ നിലനിൽക്കുന്ന വിവിധ ഭൂരിപക്ഷങ്ങൾ എന്തൊക്കെയാണ്, അതെവിടെയൊക്കെയാണ് പ്രാവർത്തികമാകുന്നത് മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു നല്ല നിക്ഷേപാവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ മാസവും ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാറ്റ AAA ലൈഫ് അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 31-ാം തീയതിയാണ് ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സുരക്ഷിതമാക്കി വയ്ക്കുകയും മറ്റൊരു ഭാഗം നിഫ്റ്റി 500 മൾട്ടി ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി 50 കമ്പനികളിൽ നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 30.3%-ൻ്റെയും 22.9%-ൻ്റെയും റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 നിങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 7.8 മടങ്ങിൻ്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമായിരിക്കും, നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അത് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് തിരിച്ചറിയുക. ഇനി ഈ ടാറ്റ AAA ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ സോൾവൻസി റേഷ്യോ 196%, അതുപോലെ തന്നെ അവരുടെ AUM എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയിലധികമാണ് എന്ന് കാണാം. NRIസിനൊക്കെ ഇതൊരു നല്ല അവസരമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോ മാസവും ഒരു 18,000 രൂപയൊക്കെ ഒരു 10 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു NFOയുടെ നിലവിലത്തെ NAV വെറും 10 രൂപയാണ് എന്ന് കാണാം. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പാർലമെൻറ്റിലെ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ ആയിക്കൊള്ളട്ടെ, വിവിധ തരത്തിലുള്ള ഭൂരിപക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ഭൂരിപക്ഷങ്ങളെക്കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഭരണഘടനയിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് കാണാം. എന്നാൽ നമ്മുടെ ഭരണഘടനയിലെ തന്നെ വിവിധ ആർട്ടിക്കിളുകളിൽ പലതരത്തിലുള്ള ബില്ലുകളെക്കുറിച്ച്, പലതരത്തിലുള്ള മോഷനുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതുപോലെ വിവിധ തരം മെജോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം 1-2 മറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാമത്തേതാണ് ഒരു സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും നമ്പറിനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ലോക്സഭ നോക്കുകയാണെങ്കിൽ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 എന്ന് കാണാം. നമ്മുടെ രാജ്യസഭ നോക്കുകയാണെങ്കിൽ അത് 245 എന്ന് കാണാം. അതുപോലെ തന്നെ കേരള നിയമസഭ നോക്കുകയാണെങ്കിൽ അത് 140 എന്ന് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ടേമാണ് എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സഭ നോക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ സീറ്റുകളിലും എപ്പോഴും ആളുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില സീറ്റുകളൊക്കെ വേക്കൻ്റ് ആയിരിക്കും. ആ ഒരു സീറ്റിലെ ഒരു മെമ്പർ ചിലപ്പോൾ മരണപ്പെട്ടു പോയിരിക്കാം, അല്ലെങ്കിൽ ഒരു MP അല്ലെങ്കിൽ ഒരു MLA റിസൈൻ ചെയ്ത് രാജിവെച്ച് പോയിരിക്കാം. ആ ഒരു സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ വേക്കൻ്റ് ആയിരിക്കുന്ന കുറച്ച് സീറ്റുകളുണ്ടാവാം. സോ ഒരു സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൽ നിന്നും ഈ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് ആ സഭയുടെ എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ സ്ട്രെങ്ത്തും എഫക്റ്റീവ് സ്ട്രെങ്ത്തും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഓരോ ഭൂരിപക്ഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൽ ആദ്യത്തെ മെജോറിറ്റിയെ പറയുന്ന പേരാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റിയുടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഒരു സഭയിലെ പ്രസൻറ്റും വോട്ടിങ്ങുമായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 50% കൂടുതലിനെയാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലോക്സഭ തന്നെ എടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 543 ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന്. അപ്പോൾ ഒരു ദിവസം ലോക്സഭാ സമ്മേളനം നടക്കുമ്പോൾ അതിനകത്ത് ഒരു 450 പേരാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ 450 പേര് മാത്രമേ ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. അതാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്സഭയിൽ എന്തോ തരത്തിലുള്ള ഒരു വോട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ വോട്ടിങ്ങിൽ ഈ പ്രസൻ്റ് ആയിട്ടുള്ള 450 പേരിൽ 400 പേരാണ് വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. 50 പേര് ഈ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ചെയ്യുകയാണ്. എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ 400 പേരെയാണ് ആ സമയത്തുള്ള പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്
സ്ട്രെങ്ത് എത്രയാണെന്നോ എഫക്റ്റീവ് സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് വിഷയമല്ല. ആ ഒരു വോട്ടിംഗ് നടക്കുന്ന സമയത്ത് എത്ര പേര് പ്രസൻ്റാണ്, ആ പ്രസൻ്റ് ആയവരിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 400 പേര് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ 400 പേരുടെ പകുതിയേക്കാൾ കൂടുതൽ, 400ൻ്റെ 50% കൂടുതൽ എന്ന് പറയുന്നത് 201 എന്ന് കാണാം. അപ്പോൾ 201 അതിൽ കൂടുതലോ വോട്ടുകളെയാണ് നമ്മളിവിടെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ഒക്കെ ഏതെങ്കിലും ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ പിന്തുണ വേണമെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ 1 നേഷൻ 1 ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ലോക്സഭയിൽ ഒരു ബില്ല് മുന്നോട്ട് വെക്കുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ സപ്പോർട്ട് വേണം. അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് നമ്മുടെ ലോക്സഭയിൽ 461 മെമ്പർമാരായിരുന്നു പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഈ പ്രസൻ്റ് ആയിരുന്ന 461 പേരും ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് കാണാം. അതിൽ 263 പേര് ആ ബില്ലിനെ പിന്തുണയ്ക്കുകയും 198 പേര് ഈ ബില്ലിനെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ 50%-ത്തേക്കാൾ കൂടുതൽ ആളുകളുടെ ഒരു പിന്തുണ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. സിമ്പിൾ മെജോറിറ്റിയേക്കാൾ കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ഇവിടെ മാത്രമല്ല, സിമ്പിൾ ബില്ലുകൾ, ഓർഡിനറി ബില്ലുകൾ, മണി ബില്ലുകൾ, ഫൈനാൻഷ്യൽ ബില്ലുകൾ, ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ പാസ്സാവുന്നതിന് ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ പിന്തുണ മാത്രം മതി. ഇനി അതുപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷൻ, കോൺഫിഡൻസ് മോഷൻ, അഡ്ജേൺമെൻറ്റ് മോഷൻ അല്ലെങ്കിൽ അടിയന്തര പ്രമേയം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സഭയിൽ പാസ്സാവണമെങ്കിൽ അതിന് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു സഭയുടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ ഒരു സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഇത് പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിയമസഭകളുടെ കാര്യത്തിലും ഈ സിമ്പിൾ മെജോറിറ്റി ഇത്തരത്തിൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി നമ്മുടെ സഭകളിൽ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് മെജോറിറ്റിയാണ് നമ്മൾ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 50%-ത്തേക്കാൾ കൂടുതൽ, അതിനെയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എത്ര പേര് പ്രസൻ്റ് ആയിട്ടുണ്ട്, എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും വിഷയമല്ല. ആ സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലോക്സഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 543 ടോട്ടൽ സ്ട്രെങ്ത് എന്ന് കാണാം. അപ്പോൾ ലോക്സഭയുടെ കാര്യത്തിൽ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് 272 അതിൽ കൂടുതലോ ആണ് എന്ന് കാണാം. ഇനി നമ്മുടെ സഭകളുടെ കാര്യത്തിലുള്ള അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മെജോറിറ്റിയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയുടെ എഫക്റ്റീവ് സ്ട്രെങ്ത്തിൻ്റെ 50%-ത്തേക്കാൾ കൂടുതൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത്തിൽ നിന്നും വേക്കൻസികളുടെ നമ്പർ കുറയ്ക്കുമ്പോഴാണ് അതിന് എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് 543 അതിൽ 13 സീറ്റുകൾ വേക്കൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് ലോക്സഭയുടെ എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 530 എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് 266 എന്ന് നമുക്ക് കാണാം. ഇനി ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67B നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു റെസൊല്യൂഷന് രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയുടെ പിന്തുണ ഉണ്ടായിരിക്കണം. അപ്പോൾ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ രാജ്യസഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രാജ്യസഭയുടെ എഫക്റ്റീവ് സ്ട്രെങ്ത്തിൻ്റെ 50%-ന് മേലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതവിടെ പാസ്സാവുകയുള്ളൂ. പക്ഷേ ലോക്സഭയിൽ അങ്ങനെ വേണ്ട. പക്ഷേ ഞാൻ ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് കടക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെ, ലോക്സഭയുടെ ഒക്കെ സ്പീക്കറിനെയോ ഡെപ്യൂട്ടി സ്പീക്കറിനെയോ ഒക്കെ പുറത്താക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു റെസൊല്യൂഷനും ഒരു എഫക്റ്റീവ് മെജോറിറ്റിയുടെ പിന്തുണ വേണമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളുടെ കാര്യത്തിലും നിയമസഭാ സ്പീക്കറിനെയൊക്കെ പുറത്താക്കണമെങ്കിൽ ഈ എഫക്റ്റീവ് മെജോറിറ്റിയുടെ പിന്തുണ വേണമെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സഭകളിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു മെജോറിറ്റിയാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ മെജോറിറ്റി ഒരു രീതിയിലല്ല 4 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യത്തെ സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 1 എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ പ്രസൻ്റായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷത്തിനെയാണ് സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം. 543 ലോക്സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 450 പേരാണ് ഒരു സമ്മേളനത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ഒരു സംഭവം വോട്ടിങ്ങിന് വരുന്നു, 400 പേര് ആ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 1 വേണമെങ്കിൽ ഈ 400 പേരുടെ 2/3 ഭൂരിപക്ഷം വേണം. അതായത് 266 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ബില്ല് അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ്സാവുകയുള്ളൂ. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 249 പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ലിസ്റ്റുകളുണ്ട്. അതിനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ
പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം. പക്ഷേ അങ്ങനെ നടത്തണമെങ്കിൽ രാജ്യസഭയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാവണം. ആ റെസൊല്യൂഷൻ പാസ്സാവണമെങ്കിൽ ഈ സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 1 പ്രസൻറ്റായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 പേരുടെയും ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ അത്തരത്തിലുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാവുകയുള്ളൂ. ഇതിനെയാണ് സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ മജോറിറ്റി. അതിനെയാണ് സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സഭയിൽ പ്രസൻറ്റായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം വേണം. അതോടൊപ്പം തന്നെ ആ സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% കൂടുതൽ വോട്ടുകളും വേണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭയുടെ കാര്യത്തിൽ 543 പേരുണ്ട്. അതിനകത്ത് 450 പേരാണ് ഒരു സമ്മേളനത്തിലുള്ളത്. അതിൽ 400 പേര് ഒരു റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 2 വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റെസൊല്യൂഷനോ ബില്ലോ ഒക്കെ പാസ്സാവണമെങ്കിൽ ഈ പങ്കെടുക്കുന്ന 400 പേരുടെ 2/3 ഭൂരിപക്ഷം വേണം. അതായത് 267 വോട്ടുകളുടെയെങ്കിലും പിന്തുണയുണ്ടായിരിക്കണം. എന്നാൽ അത് മാത്രം പോരാ, ആ സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% കൂടുതൽ പിന്തുണ കൂടി വേണം. ലോക്സഭയെ സംബന്ധിച്ച് 543 ടോട്ടൽ സ്ട്രെങ്ത്. അതിൻ്റെ 50% കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 272 ആളുകളുടെ പിന്തുണ വേണം. അപ്പോൾ ആ സഭയിൽ പ്രസൻറ്റായി വോട്ട് ചെയ്യുന്ന ആളുകളുടെ 2/3 ഭൂരിപക്ഷം മാത്രം പോരാ, ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആ സഭയുടെ അബ്സല്യൂട്ട് മജോറിറ്റിയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കണം. ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബില്ലുകളും മോഷനുകളും റെസൊല്യൂഷനുകളും ഒക്കെ പാസ്സാക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ നമ്മുടെ സഭയിൽ പാസ്സാവണമെങ്കിൽ ഈ സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 2 വേണം. ഭൂരിഭാഗം വരുന്ന ഭരണഘടനാ ഭേദഗതികളും പാസ്സാവുന്നത് ഈ ഒരു മജോറിറ്റിയോട് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ 1 നേഷൻ 1 ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ശശി തരൂർ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. കാരണം 1 നേഷൻ 1 ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സഭയിൽ അവതരിപ്പിച്ചത് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. 129th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബില്ലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ബില്ല് സഭയുടെ അന്നത്തെ ആ ഒരു സമയത്ത് പാസ്സാവണമെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 461 പേര് സഭയിലുണ്ടായിരുന്നു. ആ 461 പേരും ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സാവണമായിരുന്നുവെങ്കിൽ ആ 461 പേരിലെ 2/3 പിന്തുണ ഈ ഒരു ബില്ലിന് വേണമായിരുന്നു. അപ്പോൾ 461 പേരുടെ 2/3 പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 308 വോട്ടുകളാണ് എന്ന് കാണാം. പക്ഷേ 261 വോട്ടുകൾ മാത്രമാണ് അന്ന് ആ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് പാസ്സാക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഗവൺമെൻറ്റിന് ഇല്ല എന്ന് ഡോക്ടർ ശശി തരൂർ പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലുകളൊക്കെ സഭയിൽ അവതരിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെടുപ്പൊക്കെ നടക്കുമ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ എല്ലാ മെമ്പർമാരും കൃത്യമായി ഹാജരായി വോട്ട് ചെയ്യണമെന്നുള്ള വിപ്പൊക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലോക്സഭയിലെ 543 അംഗങ്ങളും പാസ്സായി വോട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാവണമെങ്കിൽ ഈ 543ൻ്റെ 2/3 ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 362 വോട്ടുകളാണ് എന്നാണ്. 362 പേരുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ പാസ്സാവുകയുള്ളൂ. പക്ഷേ നിലവിലത്തെ NDA ഗവൺമെൻറ്റിന് അത്രയും ആളുകളുടെ ഭൂരിപക്ഷം ഇല്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് NDA ഗവൺമെൻറ്റിന് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതിയൊക്കെ എളുപ്പത്തിൽ പാസ്സാക്കുന്നതിനുള്ള ഒരു ഭൂരിപക്ഷം ഇല്ല എന്ന് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ സ്പെഷ്യൽ മജോറിറ്റിയിൽ അടുത്ത ടൈപ്പിലേക്ക് പോകാം. ഇതിനെയാണ് സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 3 എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാവണമെങ്കിൽ പ്രസൻ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ 2/3 ഭൂരിപക്ഷം വേണം. എന്നാൽ അത് മാത്രം പോരാ, ഇന്ത്യയിലെ 50% സംസ്ഥാന നിയമസഭകളുടെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാവുകയുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയെന്ന് വിചാരിക്കാം. അതിനുശേഷം ഈ ഒരു ബില്ല് ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലേക്കും അയക്കും. ഇന്ത്യയിലെ നിയമസഭകളിലെല്ലാം ഈ ബില്ല് വോട്ടിനിടുകയും 50% നിയമസഭകളെങ്കിലും ഈ ബില്ല് ഒരു സിമ്പിൾ മജോറിറ്റിയോടുകൂടി പാസ്സാക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ ഈ ഒരു ബില്ല് നിയമമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭൂരിപക്ഷം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ എല്ലാ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ടിട്ടല്ല, സംസ്ഥാനങ്ങളെ കൂടെ ബാധിക്കുന്ന ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ബില്ലുകളോ ഭേദഗതികളോ ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മജോറിറ്റി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെയായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഈ സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 3 യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അവസാനത്തേതാണ് ഈ സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 4 എന്ന് പറയുന്നത്.
ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സഭയിൽ എത്ര പേര് പ്രസൻ്റ് ആയിട്ടുണ്ട്, എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ബാധകമല്ല. ആ സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 2/3 ഭൂരിപക്ഷത്തിനെയാണ് സ്പെഷ്യൽ മജോറിറ്റി ടൈപ്പ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 61 പറയുന്നത്. അവിടെ പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ചാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള അധികാരം നമ്മുടെ പാർലമെൻറ്റിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെസൊല്യൂഷൻ നമ്മുടെ പാർലമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇരു സഭകളുടെയും ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 2/3 ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റെസൊല്യൂഷൻ പാസ്സാവുകയുള്ളൂ. കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോക്സഭയിൽ 362 അംഗങ്ങളുടെയും രാജ്യസഭയിൽ 164 അംഗങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാവുള്ളൂ. അത്രയും അംഗങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഭൂരിപക്ഷങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഓരോ സാഹചര്യങ്ങളെ അനുസരിച്ച് അതുപോലെ തന്നെ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകളുടെയും റെസൊല്യൂഷനുകളുടെയും പ്രാധാന്യം അനുസരിച്ച് മാറി മാറി വരും എന്നുള്ള കാര്യം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വൺ നേഷൻ വൺ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഗവൺമെൻറ്റിനില്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ടാറ്റ AI ലൈഫിൻ്റെ NFOയെ കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ലൈഫ് കവറേജ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.